സ്വാമി സൂര്യ ചാനലിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. ഇന്ന് ജ്യോതിഷത്തിൽ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് ജാതക പൊരുത്തം നോക്കുന്നതിനെ കുറിച്ചിട്ട്. ജാതക പൊരുത്തം നോക്കുന്നതിനെക്കുറിച്ച് പരക്കെ ഒരു വിശ്വാസമുള്ളത് എത്ര പൊരുത്തമുണ്ട് അതാണ്. 10 പൊരുത്തത്തിൽ എത്ര എണ്ണമുണ്ട്, 5 പൊരുത്തത്തിന് മേലെ ഉണ്ടെങ്കിൽ ശരി, 9 പൊരുത്തമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ജാതകം നോക്കാൻ വരുന്ന ആൾക്കാർ ഈ മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ജാതകം, സ്ത്രീ പുരുഷ ജാതകം തമ്മിൽ പൊരുത്തം നോക്കാൻ അവർ പൊരുത്തത്തിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. ഇപ്പോൾ 10 പൊരുത്തത്തിൽ 9 പൊരുത്തം ഉണ്ടെങ്കിലും ജാതകം ശരിയില്ലെങ്കിൽ നമ്മളെങ്ങനെ അതിനെ ചേർക്കും? അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരു പുരുഷ ജാതകം മാച്ച് ചെയ്യാൻ വരികയാണെങ്കിൽ ആ പുരുഷൻ്റെ ജാതകത്തിൽ ആയുർദൈർഘ്യം ഉണ്ടായിരിക്കണം, അയാൾക്ക് ഭാഗ്യം ഉണ്ടായിരിക്കണം, അതായത് 9ാം ഭാവം നന്നായിരിക്കണം, സന്താന ഭാവം നന്നായിരിക്കണം, കളത്ര ദോഷം ഉണ്ടാകാൻ പാടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ്, അതായത് മെൻ്റൽ സ്ട്രെങ്ത് നന്നായിരിക്കണം. ഈ വക കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ആയുർദൈർഘ്യം നോക്കണം, അഷ്ടമഭാവം നോക്കണം. പിന്നെ പാപഗ്രഹങ്ങളുടെ സ്വാധീനം ജാതകത്തിൽ അധികം വരാൻ പാടില്ല. കേന്ദ്രങ്ങളിലും ത്രികോണങ്ങളിലും പാപഗ്രഹങ്ങൾ ഒത്തുകൂടിയാൽ അയാൾക്ക് അല്പായുസായിരിക്കും. ഇതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ 9 പൊരുത്തമുണ്ട്, പക്ഷേ അയാൾക്ക് സന്താന ഭാഗ്യമില്ലെങ്കിൽ ആ ജാതകം നമ്മൾ ചേർത്തിട്ട് ഒരു പ്രയോജനമില്ലല്ലോ. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജാതകം എങ്ങനെയുണ്ട്, അതിൽ വ്യാഴഗ്രഹത്തിന് സ്ഥിതി എങ്ങനെ. വ്യാഴഗ്രഹം പൊതുവെ നല്ല ബലവാനായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം സക്സസ് ആയിരിക്കും. വ്യാഴഗ്രഹം നീചത്തിലോ വ്യാഴഗ്രഹത്തിന് പാപഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം കുറേ ക്ലേശകരമായിരിക്കും. അപ്പോൾ പൊതുവെ സ്ത്രീ പുരുഷ ജാതകങ്ങളിൽ വ്യാഴഗ്രഹം, പിന്നെ സ്ത്രീ ജാതകത്തിൽ ശുക്രഗ്രഹം, വ്യാഴനും ശുക്രനും ബലവാനായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ വിവാഹ ജീവിതവും കുടുംബജീവിതവും നല്ല സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ജാതകം പൊരുത്തം നോക്കുമ്പോൾ നക്ഷത്ര പൊരുത്തത്തിനല്ല കൂടുതൽ പ്രാധാന്യം, ജാതകത്തിൻ്റെ സ്ട്രെങ്ത്, പുഷ്ടിയുള്ള ജാതകമായിരിക്കണം. പുഷ്ടിയില്ലാത്ത ജാതകം 9 പൊരുത്തമുണ്ട്, ചേർത്തിട്ട് ഒരു പ്രയോജനമില്ല, ജീവിതം ക്ലേശകരമായിരിക്കും. അപ്പോൾ ഈ നവഗ്രഹങ്ങളുടെ ജാതകത്തിൽ ഏത് ഗ്രഹത്തിനാണോ മോശമുള്ളത് അതിൻ്റെ മന്ത്രം പറഞ്ഞിട്ട് ആ ദിവസം വ്രതം ഇരുന്നാൽ ജാതകം പുഷ്ടിപ്പെടും. ഇപ്പോൾ സൂര്യഗ്രഹമാണ് ജാതകത്തിൽ വീക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച തോറും വ്രതമായിട്ടിരിക്കുക, സൂര്യഭഗവാന്റെ മന്ത്രം പറഞ്ഞ് സൂര്യ നമസ്കാരം ചെയ്യുക. അതേമാതിരി ഓരോ ഗ്രഹങ്ങളും. അപ്പോൾ ഞങ്ങൾ ഈ സ്വാമി സൂര്യ ചാനൽ നിത്യം 6 മണി മുതൽ 6:20 വരെ രാവിലെ നവഗ്രഹ മന്ത്രങ്ങൾ പറഞ്ഞിട്ട് ധ്യാനം ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും ജാതകത്തിൽ അവർക്ക് ഗ്രഹദോഷങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ പങ്കെടുക്കാം. ഗ്രഹദോഷങ്ങൾ മുഴുവൻ മാറിക്കിട്ടും. നിത്യം ഓരോ ഗ്രഹത്തിൻ്റെയും മന്ത്രങ്ങൾ പറഞ്ഞിട്ടാണ് ധ്യാനം ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളവർ 6 മുതൽ 6:20 വരെ ഞങ്ങളെ ഫോണിൽ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ധ്യാനത്തിന് വരുവാനുള്ള ലിങ്ക് അയച്ചു തരാം. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ധ്യാനത്തിലേക്ക് ചേരാം. നവഗ്രഹ മന്ത്രങ്ങൾ മാത്രമല്ല, അതിൽ ലളിതാ സഹസ്രനാമ മന്ത്രമുണ്ട്, ശിവപഞ്ചാക്ഷരി മന്ത്രം പറയുന്നുണ്ട്, ഗായത്രി മന്ത്രം പറയുന്നുണ്ട്. ഇത്രയും മന്ത്രങ്ങൾ പറഞ്ഞ് 20 മിനിറ്റ് നേരം ധ്യാനം ചെയ്യിക്കുന്നുണ്ട്. പങ്കെടുക്കുക. ആരെല്ലാം പങ്കെടുക്കുന്നുണ്ടോ അവരുടെ ഗ്രഹദോഷങ്ങൾ മുഴുവൻ മാറിക്കിട്ടും, അത് ഗ്യാരണ്ടിയാണത്. അത്രയ്ക്ക് നല്ല മന്ത്രങ്ങൾ പറഞ്ഞിട്ട് ധ്യാനം ചെയ്യിപ്പിക്കുകയാണ്. പങ്കെടുക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ബന്ധുമിത്രാദികൾക്ക് ഇതിനെ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.